ഹായ് ഓൾ. അപ്പോൾ എൽ ഡി സിയുടെ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും എക്സാമും കഴിഞ്ഞിരിക്കുന്നു. ഒന്നാം ഘട്ടമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടാം ഘട്ട എക്സാം എന്ന് പറയുന്ന കുറച്ചും കൂടെ നിലവാരം കൂടിയ ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. പൊതുവിൽ ഉദ്യോഗാർത്ഥികളുടെ അഭിപ്രായം എല്ലാം തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു രണ്ടാം ഘട്ട എക്സാം എന്ന് പറയുന്നത് ഒന്നാം ഘട്ടമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എക്കണോമിക്സിൻ്റെ കാര്യമാണ്. അപ്പോൾ ഈ രണ്ടാം ഘട്ടത്തിൻ്റെ എക്കണോമിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഫേസ് ട്രിവാൻഡ്രം എൽ ഡി സിയിൽ ഏകദേശം 7ഓളം ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇത്തവണയും 7 ചോദ്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഒരെണ്ണം കറണ്ട് അഫയേഴ്സ് നമ്മൾ മാറ്റി നിർത്തിയാൽ 6ഓളം ചോദ്യങ്ങളാണ് കൃത്യമായിട്ടും എക്കണോമിക്സ് എന്ന് വന്നിട്ടുള്ളത്. അത് എൽ ഡി സി സിലബസിനകത്ത് പറയുന്നതിനേക്കാളും കൂടുതലാണ്. 5 മാർക്കിനാണ് പറയുന്നതെങ്കിലും 6 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 6 ചോദ്യങ്ങളിൽ 5 ചോദ്യങ്ങളും ട്രിവാൻഡ്രം എൽ ഡി സിക്കും ഖാദി ബോർഡ് എൽ ഡി സിക്കും ചോദിച്ചിട്ടുള്ള അതേ മേഖലയിൽ നിന്ന് തന്നെയാണ് ഈ 5 ചോദ്യങ്ങളും വന്നിട്ടുള്ളതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനസ്സിലായല്ലോ? അപ്പോൾ അടുത്ത ഘട്ട എൽ ഡി സി എക്സാം പഠിക്കുന്ന ആൾക്കാർ ഏതൊക്കെ ഏരിയാസ് എക്കണോമിക്സിൽ ഫോക്കസ് ചെയ്യണം, അതുപോലെ തന്നെ ഈ ഒരു ഘട്ട എക്സാം ചോദ്യങ്ങൾ ഒന്നാം ഘട്ടമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. എവിടെ നിന്നൊക്കെയാണ് വന്നിട്ടുള്ളത്, അതിൻ്റെ സോഴ്സ് ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ ഒന്നാമത്തെ ചോദ്യം എടുത്തു കഴിഞ്ഞാൽ 1991 ബാലൻസ് ഓഫ് പേയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് BOP 1991 BOP ക്രൈസിസ് എന്ന് നമ്മൾ പറയും. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പ്രതിസന്ധി നമ്മൾ പറയാറുണ്ട്. ഇത്തരത്തിലൊരു BOP ക്രൈസിസ്, BOP പ്രതിസന്ധിയായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ള മാർഗം എന്തെന്നാണ് ഇവിടെ ചോദ്യം ഉണ്ടായിട്ടുള്ളത്. നോക്കിയേ, 1991 സാമ്പത്തിക പരിഷ്കരണങ്ങൾ നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അത് ഇന്ത്യയിൽ BOP ക്രൈസിസ്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട്. അത് മറികടക്കാൻ ഗവൺമെൻറ് സ്വീകരിച്ച നടപടി എന്തെന്നാണ് ചോദ്യം. ഈ ഒരു കാര്യം നമ്മുടെ ടെലഗ്രാം ചാനലിൽ +1 NCERT നിങ്ങൾക്ക് 2nd and 3rd ചാപ്റ്റർ ഞാൻ ഷെയർ ചെയ്തിട്ട് അത് വായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആരൊക്കെ വായിച്ചിട്ട് പോയിട്ടുണ്ടോ അവർക്കെല്ലാം തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കറക്റ്റായിട്ട് കിട്ടും. കാരണം ആ ഒരു ടെക്സ്റ്റ് ബുക്കിനകത്ത് നിന്ന് നമ്മൾ പറഞ്ഞ 3ാമത്തെ ചാപ്റ്റർ 11th സ്റ്റാൻഡേർഡിലെ 3ാമത്തെ ചാപ്റ്റർ ടെക്സ്റ്റ് ബുക്കിനകത്ത് നിന്ന് വന്ന അതേപോലത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റിയത് 11th സ്റ്റാൻഡേർഡിലെ ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങളിവിടെ കാണുന്നത്. അതിനകത്ത് 11th സ്റ്റാൻഡേർഡിലെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് കൊടുക്കുന്നുണ്ട്. അടവ് ശിഷ്ട പ്രതിസന്ധി, അതായത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ക്രൈസിസ് ഉടനടി പരിഹാരം കാണാൻ 1991 വിദേശ കറൻസിയുമായി താരതമ്യം ചെയ്തത് ഇന്ത്യയുടെ മൂല്യം അല്ലെങ്കിൽ ഇന്ത്യയുടെ കറൻസി മൂല്യം കുറച്ചു, ഡീവാലുവേഷൻ നടത്തി. ഇതിൻ്റെ ഫലമായി വിദേശ നാണ്യം ഇന്ത്യയിലേക്ക് കൂടുതലായി പ്രവഹിച്ചു. കൃത്യമായിട്ടും ഇത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ NCERT 11ാം ക്ലാസ് NCERT പാഠപുസ്തകത്തിൽ നിന്ന് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങളിനി LDC എക്സാമിന് തയ്യാറെടുക്കുന്ന ആൾക്കാരാണെങ്കിലും 10th ലെവൽ എക്സാമിന് തയ്യാറെടുക്കുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ ഈ പറയുന്ന പോലെ ഹയർ സെക്കൻഡറി തലത്തിലെ +1 +2 ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ചിട്ട് പോകണമെന്നാണ് ഈ ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ വയ്ക്കുന്ന ഒരു കാര്യം. അതായത് ഈ ചോദ്യങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും കൃത്യമായിട്ട് 11ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് LDC എന്ന് പറയുന്ന എക്സാം ഡിഗ്രി ലെവൽ എക്സാം എഴുതാൻ പറ്റുന്ന അല്ലെങ്കിൽ ഡിഗ്രി ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും എഴുതാൻ പറ്റുന്ന പരീക്ഷ ആയതുകൊണ്ട് തന്നെ 11ഉം 12ലെയും പാഠപുസ്തകങ്ങൾ നമ്മൾ വായിച്ച് പോകേണ്ടത് ഭയങ്കര ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്യുതി എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ. അത് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. രൂപയുടെ മൂല്യം ഇടിച്ചു താഴുന്നു. അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് പോയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇതിൻ്റെ ആൻസർ എഴുതാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അടുത്ത ഘട്ട എക്സാം എഴുതുന്ന ആൾക്കാർ, നെക്സ്റ്റ് ഫേസ് എക്സാം എഴുതുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വായിച്ചിട്ട് പോകേണ്ടുള്ളതാണ് ഈ ഒരു 11th സ്റ്റാൻഡേർഡിലെ 3ാമത്തെ ചാപ്റ്റർ. അതുപോലെ തന്നെ രണ്ടും വായിക്കണം. ഇത് രണ്ടും ഞാൻ ഓൾറെഡി നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. LDC എക്സാം കഴിഞ്ഞ് അടുത്ത ഇതേപോലൊരു വീഡിയോ, ട്രിവാൻഡ്രം LDC കഴിഞ്ഞപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്തു. ആ വീഡിയോ കഴിഞ്ഞ് അടുത്ത ദിവസം നമ്മൾ ടെലഗ്രാം ചാനലിൽ ഈ ഒരു 2 ചാപ്റ്റേഴ്സും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വായിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ കിട്ടും. അടുത്ത എക്സാമിന് പോകുന്നവർ ഇത് വായിച്ചിട്ട് പോവുക. ഞാൻ ഒന്നും കൂടെ അത് ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ വിദേശ വിനിമയ പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നൊരു ഹെഡിങ്ങിനകത്താണ് ഈ ഒരു പോർഷൻ അതിനകത്ത് വരുന്നത്.
ഇനി എന്താണ് ഈ ഒരു ബാലൻസ് ഓഫ് പേയ്മെന്റ്? നമ്മൾ അറിയണ്ടേ എന്താണെന്നുള്ള കാര്യം വെറുതെ അങ്ങ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇങ്ങനെ ഒരു ചോദ്യം വന്നിരുന്നു, ബാലൻസ് ഓഫ് പേയ്മെന്റ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴും നമ്മൾ അറിയാനുള്ള കാര്യം എന്ന് പറയുമ്പോൾ, ഒരു സാധനം പഠിക്കുമ്പോൾ ഇനി നമ്മൾ ചെയ്യാനുള്ളത് കാണാതെ പഠിച്ചു പോകുന്നതിനപ്പുറം ആ ഒരു കോൺസെപ്റ്റ് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്ന സംഗതി എന്താണ്, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അത് ആ ഒരു ബാലൻസ് ഓഫ് പേയ്മെന്റിനകത്ത് നമുക്കുണ്ടാകുന്ന ഈ രാജ്യത്തിനകത്തുള്ള ഇമ്പാക്റ്റ്, ഈ ബാലൻസ് ഓഫ് പേയ്മെന്റിൽ വരുന്ന ചേഞ്ച് രാജ്യത്തിനകത്ത് എങ്ങനെ അതിൻ്റെ ആഘാതങ്ങൾ ഉണ്ടാക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ കൃത്യമായിട്ട് നിങ്ങൾക്കൊരു ധാരണയുണ്ടാവും. നമുക്ക് വേഗത്തിലൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ഇന്ത്യക്ക് വിദേശ രാജ്യങ്ങളുമായിട്ട് വലിയ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകളുണ്ട്. അതെന്ന് പറയുമ്പോൾ വ്യാപാരമാകാം, നിക്ഷേപമാകാം, കടം വാങ്ങുന്നതാകാം, കടം കൊടുക്കുന്നതാകാം. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യക്ക് മറ്റ് രാജ്യങ്ങളുമായിട്ടുണ്ടാകുന്ന സാമ്പത്തിക ഇടപാടുകൾ രേഖപ്പെടുത്തുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്. ബാലൻസ് ഓഫ് പേയ്മെന്റ്. ഇപ്പോൾ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്തെന്ന് ചോദിച്ചാൽ, ഇന്ത്യ വിദേശ രാജ്യങ്ങളുമായിട്ട് നടത്തുന്ന സാമ്പത്തിക ഇടപാടുകൾ നമുക്ക് കൃത്യമായിട്ട് രേഖപ്പെടുത്തേണ്ടതുണ്ട്, അല്ലേ? കാരണം ഇന്ത്യ രാജ്യങ്ങൾക്ക് സാധനങ്ങൾ കയറ്റുമതി ചെയ്യുമ്പോൾ ഇന്ത്യയിലോട്ട് പൈസ വരും, ഇന്ത്യ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ ഇന്ത്യയിൽ നിന്ന് പൈസ പുറത്തു പോകും, അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തണം. അതുപോലെ നിക്ഷേപം, വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് നിക്ഷേപം വരാറുണ്ട്, ഇന്ത്യക്കകത്ത് നിന്ന് വിദേശത്തോട്ട് നിക്ഷേപങ്ങൾ പോകാറുണ്ട്, ഇതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തണം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്താനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് BOP, ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്. പറഞ്ഞ മനസ്സിലായല്ലോ? അപ്പൊ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഗവൺമെന്റ് വിദേശ രാജ്യം, ഗവൺമെന്റ് എന്ന് മാത്രമല്ല, ശ്രദ്ധിക്കുക, ഇന്ത്യ എന്ന് പറയുമ്പോൾ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഗവൺമെന്റ് മാത്രമല്ല, ഗവൺമെന്റും വ്യക്തികളും സ്ഥാപനങ്ങളും എല്ലാവരും നടത്തുന്ന പ്രവർത്തനങ്ങൾ. ഇപ്പൊ ഇന്ത്യക്കകത്തുള്ള കുറെ ആൾക്കാർ വിദേശത്ത് നിന്ന് സാധനങ്ങൾ വാങ്ങുന്നു, ഇന്ത്യൻ കമ്പനികൾ വിദേശത്തോട്ട് സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്നു, ഇന്ത്യൻ ഗവൺമെന്റ് വിദേശത്ത് നിന്ന് കടമെടുക്കുന്നു. അപ്പോൾ ഇന്ത്യൻ സിറ്റിസണും ഇന്ത്യൻ ഗവൺമെന്റും ഇന്ത്യൻ കമ്പനികളും ഇവരെല്ലാവരും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒരു വർഷം രേഖപ്പെടുത്തുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്. ആ ഒരു ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ പ്രതിസന്ധി മറികടക്കാൻ രൂപയുടെ മൂല്യച്യുതി എന്ന് വെച്ചാൽ എന്താ? രൂപയുടെ മൂല്യം ഇടിച്ചു താഴ്ത്തു എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് ആ സംഗതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, രൂപയുടെ മൂല്യം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വിദേശ നാണ്യമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഇപ്പോൾ $1 നമ്മൾ പറയാറുണ്ട് $1 50 രൂപ, അല്ലെങ്കിൽ $1 70 എന്നൊക്കെ പറയാറുണ്ട്. ഇതിനെയാണ് നമ്മൾ വിദേശ വിനിമയ നിരക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ $1 50 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? $1 നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ 50 രൂപ കൊടുക്കണം. അതാണ് വിദേശ വിനിമയ നിരക്ക്. വിദേശ നാണ്യം മാറ്റിയെടുക്കാൻ എത്ര രൂപ കൊടുക്കണം എന്നുള്ളതാണ് വിദേശ വിനിമയ നിരക്ക്. $1 കിട്ടണമെങ്കിൽ ഞാൻ 50 രൂപ കൊടുക്കണം. അതേസമയം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഗവൺമെന്റ് പറയാണ് $1 70 രൂപയാണ്. അതിൻ്റെ അർത്ഥം നേരത്തെ 50 രൂപ കൊടുത്തിരുന്നപ്പോൾ എനിക്ക് $1 കിട്ടിയിരുന്നെങ്കിൽ ഇപ്പം ഞാൻ 20 രൂപയും കൂടെ കൂടുതൽ കൊടുക്കണം, 70 രൂപ കൊടുത്താലേ $1 കിട്ടൂ. അവിടെ എന്താ സംഭവിച്ചത്? ഡോളറിന്റെ മൂല്യം കൂടി, രൂപയുടെ മൂല്യം കുറഞ്ഞു. ഇതിനെയാണ് മൂല്യച്യുതി എന്ന് പറയുന്നത്. രൂപയുടെ മൂല്യം കുറയുന്ന ഒരവസ്ഥ വന്നു. വിദേശ കറൻസികൾക്കെതിരെ നമ്മുടെ ഡോളർ, യൂറോ, പൗണ്ട്, യെൻ തുടങ്ങിയ വിദേശ നാണ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ രൂപയുടെ മൂല്യം ഇടിഞ്ഞു താഴുന്നു, ഡോളറിന്റെ മൂല്യം അല്ലെങ്കിൽ വിദേശ കറൻസികളുടെ മൂല്യം ഉയരുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? വിദേശ നാണ്യങ്ങൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്യുതി എന്ന് പറയുന്നത്. ഗവൺമെന്റ് മനഃപൂർവ്വം ഇടപെട്ടിട്ട് രൂപയുടെ മൂല്യം ഇടിച്ചു താഴ്ത്തുന്നു. കാരണം എന്തിനാണ്? നമ്മുടെ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കാൻ. കാരണം വിദേശ രാജ്യത്ത് നിന്നുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ 50 രൂപയ്ക്ക് ഒരു സാധനം, $1 കൊടുക്കുമ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള 50 രൂപയുടെ ഒരു സാധനം കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ $1 കൊടുക്കുമ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ഒരു 70 രൂപയുടെ സാധനം കിട്ടുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ലാഭമല്ലേ? അപ്പോൾ അവർ ഇന്ത്യയിൽ നിന്ന് കൂടുതൽ സാധനങ്ങൾ മേടിക്കും. അതുപോലെ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെന്റിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ മറികടക്കുക. അപ്പോൾ നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെന്റിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ മറികടക്കാൻ വിദേശ കറൻസികൾക്കെതിരെ രൂപയുടെ മൂല്യച്യുതി. അപ്പം നിങ്ങൾ അടുത്ത ഘട്ട എക്സാമിന് പോകുന്ന ആൾക്കാർ ഉറപ്പായിട്ടും ആ ഒരു 3ാമത്തെ ചാപ്റ്റർ വായിച്ചിട്ട് പോവുക. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇതും എന്താണ്? ഈ ഒരു ചോദ്യം എന്ന് പറയുന്നതും കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? +1 ആ ഒരു ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ ചാപ്റ്ററിൽ നിന്ന് കിട്ടുന്നതാണ്. ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളെ പറ്റിയുള്ള പ്രസ്താവനകൾ ശരിയല്ലാത്തത്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, അവിടെ നേട്ടങ്ങളെ പറ്റിയുള്ള പ്രസ്താവന എന്നാണ് പറയുന്നത്. നേട്ടങ്ങൾ, ഹരിത വിപ്ലവത്തിന്റെ നേട്ടത്തിൽ ഒരിക്കലും ആ ഒരു പോയിന്റ് നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ കിട്ടും. പക്ഷെ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു എക്സാം ഹാളിലിരിക്കുന്ന അന്തരീക്ഷമാണ് എന്നുള്ള കാര്യം കൊണ്ടൊന്ന് മനസ്സിലാക്കണം. ആ സമയത്ത് നിങ്ങൾ ഹരിത വിപ്ലവവും
ശരിയല്ലാത്തതെന്ന് മാത്രമേ നോക്കത്തുള്ളൂ. അവിടെ നേട്ടങ്ങളെന്ന് പറയുന്നത് നോക്കാൻ നിങ്ങൾ ചിലപ്പോൾ വിട്ടുപോയെന്നിരിക്കും. കാരണം നമ്മളിവിടെ ഇരുന്ന് പറയുന്ന പോലും എക്സാം ഹാളിൽ നിന്ന് പറയുന്നതും വ്യത്യാസമായിരിക്കും ചിലപ്പോൾ അല്ലേ. അപ്പോൾ നിങ്ങളെ നേട്ടങ്ങൾ എന്ന് പറയുന്നത് എല്ലാം നിങ്ങളുടെ മൈൻഡാണ് എക്സാം ഹാളിൽ പ്രവർത്തിക്കുന്നത്, മനസ്സിലായല്ലോ. അതിപ്പോൾ ചില ആൾക്കാർ ടെൻഷനും സ്ട്രെസ്സൊക്കെ മാറ്റി വെച്ചിട്ട് എക്സാം ഹാളിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഈ ടെൻഷനും സ്ട്രെസ്സൊക്കെ മാറ്റി എക്സാം ഹാളിൽ ഇരിക്കുന്ന ആളിന് കൃത്യമായിട്ട് ഈ ഒരു നേട്ടങ്ങൾ, പ്രസ്താവനകൾ ശരിയല്ലാത്ത കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ മനസ്സിലാകും. പക്ഷെ അല്ലാതെ നിങ്ങൾ ഓൾറെഡി ടെൻഷനും സ്ട്രെസ്സൊക്കെ അടിച്ച് എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് ഹരിത വിപ്ലവം കാണുന്നു, ശരിയല്ലാത്ത കാണുന്നു, നേട്ടങ്ങളാണോ കോട്ടങ്ങളാണോ അതൊന്നും നിങ്ങൾ നോക്കുന്നില്ല. അവിടെ നേട്ടങ്ങൾ നോക്കി കൃത്യമായിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ തന്നെ ആൻസർ കിട്ടും. ഗ്രാമീണ അസമത്വം ഒരിക്കലും ഒരു നേട്ടമല്ല ഹരിത വിപ്ലവത്തിൻ്റെ, അല്ലേ. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, അതൊരു കോമൺ സെൻസ് വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലേ. ഹരിത വിപ്ലവത്തിന്റെ നേട്ടത്തിൽ ഗ്രാമീണ അസമത്വം, ഒരിക്കലും അസമത്വം എന്ന് പറയുന്നത് ഇൻഇക്വാലിറ്റി, അതായത് പണമുള്ള ആൾക്കാർ കൂടുതൽ വളരുന്നു, പണമില്ലാത്ത ആൾക്കാർ താഴോട്ട് പോകുന്നു, അത് ഒരിക്കലും ഒരു നേട്ടമായിട്ട് ആരും പറയുന്ന കാര്യമല്ല. അപ്പോൾ അതാണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നേട്ടങ്ങളെ പറ്റിയുള്ള പ്രസ്താവനകൾ ശരിയല്ല. അപ്പോൾ നിങ്ങൾക്ക് ചില ആൻസേഴ്സ്, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, എക്സാം ഹാൾ എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കാം എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത്. അതിന് നിങ്ങൾക്ക് പല ടെക്നിക്ക്, അതായത് ഞാൻ പറയുന്ന ടെക്നിക്ക് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നില്ല. ഓരോ ആൾക്കാരുടെയും മൈൻഡ്, ഓരോ ആൾക്കാരുടെയും മെൻ്റൽ ആ സമയത്തുള്ള സ്റ്റേറ്റസ് വ്യത്യാസപ്പെട്ടിരിക്കും ആണല്ലോ. അപ്പോൾ നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് എന്തൊക്കെ മാർഗം നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ മുന്നേ പ്രാക്ടീസ് ചെയ്യാം, മനസ്സിലായോ. ചില ആൾക്കാർക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം വേറെ എന്തെങ്കിലും കാര്യം ആലോചിക്കുന്ന സമയത്ത് മൈൻഡ് കൂളാവും. ചില ആൾക്കാർക്ക് അങ്ങനെയല്ല, ചില സമയത്ത് എന്താ സ്വന്തമായിട്ട് പാട്ട് പാടണമെന്ന് തോന്നും. ചില ആൾക്കാർക്ക് ഡീപ്പ് ബ്രീത്ത് എടുക്കുന്ന സമയത്ത് അവരുടെ മൈൻഡ് ഫ്രഷ് ആവും, കൂളാവും. അങ്ങനെ നിങ്ങളൊരു എക്സാം ഹാളിൽ നിങ്ങൾക്ക് അവിടെ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാകാൻ നിങ്ങളുടെ മൈൻഡ് അവിടെ ഫ്രീ ആയിരിക്കണം, വേറെ കാര്യങ്ങളിലോട്ടൊന്നും പോകരുത്. അവിടെ എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് കട്ട് ഓഫ് എത്രയാണ്, എത്ര പേർക്ക് കിട്ടും, എനിക്ക് പാടാണല്ലോ എന്നുള്ള ചിന്തകൾക്കപ്പുറം ആ സമയത്ത് നമ്മുടെ മുന്നിലുള്ള പ്രവൃത്തി എന്താണ്? ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ മുന്നിലുണ്ട്, ആൻസർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ മുന്നിലുള്ള പ്രവൃത്തി. അത് മാത്രം തൽക്കാലം ഫോക്കസ് ചെയ്യുക. എപ്പോഴും ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രസൻറ്റിൽ നമ്മൾ ജീവിക്കുക, മനസ്സിലായല്ലോ. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യല, ഭാവിയിൽ അത് എന്തായിട്ട് മാറും എന്നുള്ളതല്ല. ഇപ്പോൾ ഇത് പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ ഭാവി നമുക്കത് നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യല്ലേ. നിങ്ങളിപ്പോൾ ഈ ഹരിത വിപ്ലവത്തിൻ്റെ പ്രസ്താവനകൾ ശരിയല്ലാത്തതെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യനിൽ നിങ്ങൾ ചിന്തിക്കുന്നില്ല. നിങ്ങൾ ഭാവിയെ പറ്റി ആലോചിക്കുന്നത്, അയ്യോ കട്ട് ഓഫ് ഭയങ്കര കൂടുതലായിരിക്കും, ഞാനിപ്പോൾ എങ്ങനെയെങ്കിലും എനിക്ക് മാർക്ക് ക്രോസ് ചെയ്യണം എന്നുള്ള ചിന്തകളിൽ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫ്യൂച്ചർ അത്രത്തോളം ബ്രൈറ്റ് ആകണമെന്നില്ല. നിങ്ങൾ പ്രതീക്ഷിച്ച പോലത്തെ ഒരു ഫ്യൂച്ചർ, നിങ്ങൾ ആലോചിച്ച ഫ്യൂച്ചർ കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങൾ നിലവിൽ പ്രസൻറ്റ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് എന്താണ് അത് നന്നായിട്ട് ചെയ്യാൻ നോക്കുക. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എക്സാം ഹാളിൽ മാക്സിമം സ്ട്രെസ്സും ടെൻഷനും കുറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ എക്സാം ഹാളിൽ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, നിൽക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലൊന്ന് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടുത്തെ ആൻസർ ഗ്രാമീണ അസമത്വമാണ്. എന്തുകൊണ്ടെന്ന് നമ്മൾ പറഞ്ഞു, കാരണം അതൊരു നേട്ടമല്ല. ഇനി ഗ്രാമീണ അസമത്വം ഉണ്ടായോ കാർഷിക വിപ്ലവ സമയത്ത്? അതായത് ഹരിത വിപ്ലവം തുടങ്ങുന്ന സമയത്ത്, തുടക്ക സമയത്ത് ഒരു അസമത്വം ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. കാരണം പാവപ്പെട്ട കർഷകർക്ക് ഇതിന്റെ ഗുണം വലിയ രീതിയിൽ ലഭിച്ചില്ല, പണക്കാരായിട്ടുള്ള കർഷകർക്ക് കൂടുതൽ മെച്ചം ഉണ്ടായി, ശരിയാണ്. പക്ഷെ പിന്നീട് ഗവൺമെന്റിന്റെ ഇടപെടൽ ഉണ്ടായതിനെ തുടർന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു അസമത്വം കുറയ്ക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉൽപാദനക്ഷമതയിലുള്ള വർധന ശരിയാണ്, വരുമാന വർധനവ് ശരിയാണ്, തൊഴിൽ വർധനവ് ശരിയാണ് എന്ന് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇത് ഈ പറയുന്ന പോലെ നമ്മുടെ NCERTയുടെ രണ്ടാമത്തെ ചാപ്റ്റർ, അതായത് രണ്ടാമത്തെ ചാപ്റ്ററിനകത്ത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഹരിത വിപ്ലവത്തിനെ പറ്റി പറയുന്നുണ്ട്. ആ ഒരു ഭാഗം നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഹരിത വിപ്ലവം, ഗ്രീൻ റവല്യൂഷൻ, കണ്ടല്ലോ. ഹരിത വിപ്ലവം എന്ന് പറയുന്നൊരു ടോപ്പിക്ക് പറയുന്നുണ്ട്. ഉൽപാദനക്ഷമത വളരെ കുറവായിരുന്നു മുന്നേ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തെല്ലാം തന്നെ. അപ്പോൾ അതിൽ നിന്ന് വ്യത്യാസം വരുത്താൻ വേണ്ടി ഈ ഒരു ഗ്രീൻ റവല്യൂഷൻ കൊണ്ടുവന്നു, ഹരിത വിപ്ലവം കൊണ്ടുവന്നു, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, അതിൽ നിന്ന് കർഷകർക്ക് മെച്ചമുണ്ടായി തുടങ്ങിയ കാര്യങ്ങൾ. തൽഫലമായി ഹരിത വിപ്ലവത്തിൻ്റെ ഒന്നാം ഘട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഉൽപാദനം വർദ്ധിച്ചു, ഉൽപാദനക്ഷമത വർദ്ധിച്ചു, തൊഴിലവസരങ്ങൾ ഉണ്ടായി തുടങ്ങിയ കാര്യങ്ങളിലെ ഇവിടെ ശരിയാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ, ഇത് സെക്കൻഡ് ചാപ്റ്റർ ആണ്, പ്ലാനിങ് എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ചാപ്റ്റർ ആണ്. ആ ഒരു ചാപ്റ്ററും കൂടെ എന്ത് ചെയ്യണം, വായിച്ചു നോക്കണം. അപ്പോൾ NCERT രണ്ടാമത്തെയും മൂന്നാമത്തെയും ചാപ്റ്ററിൽ നിന്ന് 2 ചോദ്യങ്ങളാണ് നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ആ 2 ചാപ്റ്റേഴ്സും ഉറപ്പായിട്ടും അടുത്ത ഘട്ടം എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാർ വായിച്ചിട്ട് പോവുക. ഇനി നമുക്ക് അടുത്ത് നോക്കാവുന്നതെന്ന് പറയുന്നത്, ഇനി ഇതിലെ മൂന്നാമത്തെ ചോദ്യം, സാമ്പത്തിക പരിഷ്കരണാനന്തര കാലഘട്ടത്തിൽ പുറം കരാർ നൽകൽ രംഗത്ത് ഇന്ത്യ മുൻപന്തിയിലെത്താൻ സഹായിച്ച വസ്തുതകളേവ? ഇപ്പൊ കണ്ടല്ലോ, സാമ്പത്തിക പരിഷ്കരണാനന്തര കാലത്ത്, ഇതെന്ന് പറയുമ്പോൾ 1991 പുത്തൻ സാമ്പത്തിക നയങ്ങളെ പറ്റിയാണ് പറയുന്നത്.
അതിൽ പുറം കരാർ നമ്മൾ പറഞ്ഞായിരുന്നു. പുറം കരാർ ആ ഒരു ചാപ്റ്റർ വായിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കത് ആൻസർ ചെയ്യാൻ പറ്റും. ഏത് ചാപ്റ്ററാണ് നമ്മൾ നേരത്തെ എടുത്ത രണ്ടാമത്തെ അല്ല മൂന്നാമത്തെ ചാപ്റ്ററിലോട്ട് വരികയാണ്. ആ ചാപ്റ്റർ വായിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നോക്കിയേ, ഇതിനകത്ത് പറയുന്നുണ്ട്, പുറം തൊഴിൽ കരാറിനകത്ത് പറയുന്നുണ്ട് പുറം പണിക്കരാർ അല്ലെങ്കിൽ പുറം തൊഴിൽ കരാർ, ഔട്ട്സോഴ്സിംഗ്. ആഗോളവൽക്കരണത്തിന്റെ പ്രധാന ഫലങ്ങളിൽ ഒന്നാണ് പുറം പണിക്കരാർ. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റുകളെല്ലാം അതുപോലെ ഒന്ന് വായിക്കുക. നിങ്ങൾ അടുത്ത ഘട്ട എക്സാം എഴുതണം, ആത്മാർത്ഥമായിട്ട് എനിക്ക് ലിസ്റ്റിൽ വരണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ഇത് വായിച്ചിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. കാരണം 5, 6, 7 മാർക്ക്, 5 മാർക്ക് മിനിമം ഇതിനകത്ത് നിന്ന് വരുമ്പോൾ റാങ്ക് നിർണ്ണയിക്കുന്നതിൽ 1 മാർക്കും ഇമ്പോർട്ടൻ്റ് ആണ് എന്നിരിക്കെ എന്താണ് ഈ ഒരു ടോപ്പിക്കുകൾ വായിക്കാതെ പോകുന്നത് ഭയങ്കര അബദ്ധമായിരിക്കും. അപ്പോൾ പുറംപണി കരാറിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട്, വൈദഗ്ധ്യമേറിയ സൂക്ഷ്മതയോടുകൂടിയ മനുഷ്യശേഷി വിഭവങ്ങളും കുറഞ്ഞ വേതനം എന്നിവ മൂലം മിക്കവാറും ബഹുരാഷ്ട്ര കമ്പനികളും ചെറിയ കമ്പനികളും അവരുടെ സേവനങ്ങൾ പുറം കരാർ പണിയിലൂടെ ഇന്ത്യക്ക് നൽകുന്നു. കുറഞ്ഞ വേതന നിരക്ക്, വിദഗ്ധ തൊഴിലാളികളുടെ ലഭ്യത എന്നിവ സാമ്പത്തിക പരിഷ്കരണത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ പുറം കരാർ പണിയിലൂടെ ഇന്ത്യയെ ഒരു ആഗോള കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നു. അപ്പോൾ പുറം കരാർ പണിയുടെ ഒരു ആഗോള കേന്ദ്രമാക്കി ഇന്ത്യയെ മാറ്റിയിരിക്കുന്നു. കൃത്യമായിട്ട് അവിടെ പറയുന്ന പോയിന്റാണ്, നിങ്ങൾ ശ്രദ്ധിച്ച്, അവിടെ കൃത്യമായിട്ട് പറയുന്ന പോയിന്റാണ് കുറഞ്ഞ വേതന നിരക്ക്, വിദഗ്ധ തൊഴിലാളികളുടെ ലഭ്യത എന്നിവ സാമ്പത്തിക പരിഷ്കരണത്തിന് ശേഷം എന്ന് പറയുന്നതല്ലേ നമ്മുടെ ചോദ്യം. സാമ്പത്തിക പരിഷ്കരണാനന്തര കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ സാമ്പത്തിക പരിഷ്കരണത്തിന് ശേഷം പുറം കരാർ രംഗത്ത് ഇന്ത്യ മുൻപന്തിയിലെത്താൻ സഹായിച്ചത് വൈദഗ്ധ്യമേറിയ മനുഷ്യ വിഭവം, കുറഞ്ഞ വേതന നിരക്ക്. ഇതും ഒരു കോമൺ സെൻസ് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ എക്സാം ഹാളിന്റെ അന്തരീക്ഷം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കും. പക്ഷേ എല്ലാം കൺട്രോൾ ചെയ്ത ഒരാളാണെങ്കിൽ ഇതിനെപ്പറ്റി ഒരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദാരിദ്ര്യം ഒരിക്കലും ഒരു പുറംകരാർ കൂട്ടാവുന്നതിനോ തൊഴിലില്ലായ്മ പുറംകരാർ കൂട്ടുന്നതിനോ കാരണമാകുന്നില്ല. ഇവിടെ 1, 2 ആണ് ആൻസർ ഓപ്ഷൻസ്. ഇതും എലിമിനേഷൻ, നിങ്ങളുടെ ഗസ് വർക്ക്, കോമൺ സെൻസ് എലിമിനേഷൻ യൂസ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. പിന്നെ എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല സാഹചര്യങ്ങളോടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇവിടെ നോക്കിയാൽ പറയുന്നുണ്ട് കുറഞ്ഞ വേതന നിരക്ക്, വിദഗ്ധ തൊഴിലാളികളുടെ ലഭ്യത. ക്ലിയർ അല്ലേ? പറഞ്ഞ ക്ലിയർ ആണല്ലോ. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഇതും NCERT നമ്മൾ മുന്നേ തന്നിട്ടുള്ള NCERT അല്ലേ, മനസ്സിലായല്ലോ. മുന്നേ ഷെയർ ചെയ്ത് തന്നിട്ടുള്ള NCERT എന്ന് പറഞ്ഞ് ഞാൻ പറയുന്ന എല്ലാ ചോദ്യങ്ങളും ആൻസറിന് എല്ലാ ചോദ്യങ്ങളും എക്സാമിന് വരുന്നത് എന്നല്ല പറഞ്ഞത്. നമ്മൾ മുന്നേ വന്നിട്ടുള്ള 2 എക്സാമുകളും പരിശോധിച്ചപ്പോൾ അതിൽ കൂടുതൽ ചോദ്യങ്ങൾ വന്ന പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നേ ഉള്ളൂ. അതിൽ നിന്ന് വീണ്ടും ചോദ്യങ്ങൾ വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ആ ഒരു പാഠഭാഗം PSC ക്വസ്റ്റ്യൻ പേപ്പർ ഇടുമ്പോൾ കൃത്യമായിട്ടും ആ പാഠഭാഗം കൃത്യമായിട്ട് അവർ ഫോളോ ചെയ്ത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ചോദ്യങ്ങൾ ഇടുന്നത്. അപ്പോൾ അതിൽ നിന്ന് 3, 4 ഒക്കെ ചോദ്യങ്ങൾ ആവർത്തിച്ച് വരുന്നുണ്ട്. 3 എക്സാം, LDC ട്രിവാൻഡ്രം, LDC ഖാദി ബോർഡ്, അതുപോലെ തന്നെ കൊല്ലം, കണ്ണൂർ LDC, ഇത് രണ്ടും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ 3 എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഈ 2 ചാപ്റ്റേഴ്സിൽ നിന്നും ആവർത്തിച്ച് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അടുത്ത ഘട്ടത്തിലും ചോദ്യം വരാൻ സാധ്യത കൂടുതലല്ലേ? ആണല്ലോ. നിങ്ങൾക്കും തോന്നുന്നില്ലേ? ഇവർ ഞാൻ പറയുന്നില്ല, ഇവിടെ തെളിവുകൾ സഹിതമാണ് കാണിക്കുന്നത്, തോന്നുന്നില്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം അടുത്ത ഘട്ടത്തിന് പോകുന്നവർ ഉറപ്പായിട്ടും ചാപ്റ്റേഴ്സ് വായിച്ചിട്ട് പോവുക. ഇനി അടുത്ത ഇന്ത്യൻ കാർഷിക രംഗത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്ത, ഇത് ബേസിക്കലി ആ ടെക്സ്റ്റ് ബുക്ക് വായിക്കണമെന്നില്ല, പക്ഷേ ഒരു റീസെൻ്റ് ആയിട്ട് നമ്മുടെ ഓരോ മേഖലയുടെയും പെർഫോമൻസ് ഒക്കെ നോക്കുമ്പോൾ കാർഷിക മേഖല, കാർഷിക മേഖല, സേവന മേഖല, അതുപോലെ തന്നെ വ്യാവസായിക മേഖല, ഓരോ മേഖലയുടെയും വരുമാനത്തിനുള്ള അവരുടെ കോൺട്രിബ്യൂഷൻ, അതുപോലെ തൊഴിലുള്ള കോൺട്രിബ്യൂഷൻ ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടുന്നതാണ്. പക്ഷേ അത് വേണമെന്നില്ല. നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്ക് ഞാൻ ഷെയർ ചെയ്ത് തന്നിട്ടുള്ള ഒരു 11ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കവിടെ അതിൻ്റെയും ആൻസർ കണ്ടെത്താൻ പറ്റും. കാരണം നോക്കിയേ, ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതായത് നമ്മുടെ 2ാമത്തെ ചാപ്റ്റർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്ലാനിങ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് കൃത്യമായിട്ടും കാണുന്നുണ്ട് ഓരോ മേഖലയുടെ, അതായത് ഇത് തൊഴിൽ ഘടനയാണ് കൊടുത്തിരിക്കുന്നത്, ഓരോ മേഖലയുടെ നമ്മുടെ ദേശീയ വരുമാനത്തിലുള്ള കോൺട്രിബ്യൂഷൻ. പണ്ട് കൃഷിയായിരുന്നു മുന്നിൽ നിന്നെങ്കിൽ ഇപ്പോൾ സേവന മേഖലയാണ് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ദേശീയ വരുമാനം, GDP എന്ന് പറഞ്ഞാൽ ദേശീയ വരുമാനം, ദേശീയ വരുമാനത്തിൽ ഓരോ മേഖലയുടെയും സംഭാവന ഏറ്റവും പുതിയ കണക്കെടുത്ത് നോക്കുമ്പോൾ ദേശീയ വരുമാനത്തിൻ്റെ കാര്യത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് സേവന മേഖലയാണ്. ഇത് 1990-91 കണക്കാണ്. 2ാം സ്ഥാനത്ത് വ്യാവസായിക മേഖലയാണ്.
മൂന്നാം സ്ഥാനത്ത് കാർഷിക മേഖലയാണ്. അപ്പം ഇവിടെ തന്നെ കാണാൻ പറ്റും, ഇവിടെ സേവനം 1, കാർഷികം 2, വ്യാവസായികം 3 ആണെങ്കിലും 90-91 പക്ഷെ എന്നിരുന്നാലും നമുക്കറിയാം ഇവിടെ കാർഷിക മേഖല അല്ല ദേശീയ വരുമാനത്തിൽ 1 സേവനമാണ് നമുക്ക് കാണാം. ഈ ഒരു പാഠഭാഗം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആൻസർ കിട്ടാവുന്നതാണ്. പക്ഷെ നിലവിലെ കണക്ക് പ്രകാരം സേവനം 1, വ്യാവസായികം 2, കാർഷികം 3. നോക്കി, ഇനി നമുക്ക് ആ ചോദ്യത്തിലോട്ട് വരാം. ഇന്ത്യൻ കാർഷിക രംഗത്തുള്ള പ്രസ്താവനകൾ ശരിയല്ലാത്തത്, ശരിയായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പം കൺഫ്യൂഷൻ അടിച്ചല്ല. ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷേ എന്ന് പറഞ്ഞ് വേറെ ഓപ്ഷൻസ് ഒക്കെ ഇട്ടാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ അടിക്കും. പക്ഷെ ശരിയല്ലാത്തത് ഇവിടെ ഈ രണ്ടാമത്തെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് ശരിയല്ല. ബാക്കിയുള്ളതിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട്. സാമ്പത്തിക വികസനത്തിന്റെ അടിത്തറയോ, അതെങ്ങനെ ശരിയാവും എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ ഇപ്പോഴും ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്നു, ദേശീയ വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സേവന മേഖലയാണെങ്കിലും ഇപ്പോഴും ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്ന കാർഷിക മേഖലയാണ്. അതാണ് വികസനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇനി 3 വ്യവസായവൽക്കരണത്തിന്റെ അടിത്തറ, അതെങ്ങനെ ശരിയാവും? അതും ശരിയാവും. കാരണം എന്ന് വെച്ചാൽ കോട്ടൺ ഇൻഡസ്ട്രി, പരുത്തി തുണി വ്യവസായം, അതിന്റെ അടിസ്ഥാനം എന്താ? പരുത്തി കൃഷിയല്ലേ. രണ്ടാമത് ഭക്ഷ്യ ഉൽപാദനം അല്ലെങ്കിൽ ഭക്ഷ്യ സംസ്കരണ വ്യവസായം, അതിന്റെ അടിസ്ഥാനം എന്താ? കാർഷിക മേഖലയുടെ ഭക്ഷ്യ ഉൽപാദനം അല്ലേ. ശരിയാണ്. ഇനി പ്രച്ഛന്ന തൊഴിലില്ലായ്മ, ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്, ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രച്ഛന്ന തൊഴിലില്ലായ്മ നേരിടുന്നത് കാർഷിക മേഖലയില്ല. കാരണം 10 പേര് ആവശ്യമുള്ളിടത്ത് 14 പേര് ജോലി ചെയ്യുന്നു. ഈ 4 പേരും പ്രച്ഛന്ന തൊഴിലില്ലായ്മ നേരിടുന്ന ആൾക്കാരാണ്. ആ 4 പേര് അവിടെ അഡീഷണൽ ആയിട്ട് പണിയെടുത്തുകൊണ്ട് നമ്മുടെ കാർഷിക മേഖലയ്ക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഇവിടുത്തെ ആൻസർ ദേശീയ വരുമാനത്തിന്റെ പ്രധാന പങ്ക് കൃഷിയല്ല എന്ന് നമുക്കറിയാം. ഇതും കുറച്ച് നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ കോമൺ സെൻസ് ഒന്നും ടേം യൂസ് ചെയ്യുന്നില്ല, നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ആൻസർ ചെയ്യാവുന്നതിലെ ദേശീയ വരുമാനത്തിന്റെ പ്രധാന പങ്ക് കൃഷിയല്ല സേവനമാണ്. അപ്പോൾ അതിന്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്. പറഞ്ഞാൽ മനസ്സിലായോ? ഏതറ്റ് മീൻസ് ഇതെല്ലാം ശരിയാണ്, ശരിയല്ലാത്തത് ദേശീയ വരുമാനത്തിന്റെ പ്രധാന പങ്ക് എന്നുള്ളതാണ്. ഇനി അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ട് മുന്നത്തെ എക്സാമിന്. അപ്പം നമ്മൾ 4 ചോദ്യങ്ങൾ പറഞ്ഞു. 4 ചോദ്യങ്ങളും NCERT ആ ഒരു ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ് അല്ലേ. നീതി ആയോഗ് ഞാൻ നിങ്ങളുടെ അടുത്ത് പഠിക്കുന്ന സമയത്ത് കഴിഞ്ഞ എക്സാമിൻ്റെ ആ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം. നീതി ആയോഗിൻ്റെ വെബ്സൈറ്റ് ഒന്ന് നോക്കിയിട്ട് പോണേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർ, എൻ്റെ ക്ലാസ്സുകൾ ഇരുന്നിട്ടുള്ള ആൾക്കാർക്കും അറിയാം. നീതി ആയോഗിൻ്റെ വെബ്സൈറ്റ് നോക്കിയിട്ട് പോവുക. ഞാൻ ഗ്രൂപ്പിലൊരു നോട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്, അത് നോക്കിയിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞു. കാരണം 1ാം ഘട്ടത്തിലും ഖാദി ബോർഡിലും നീതി ആയോഗിനെ പറ്റി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. നീതി ആയോഗിന്റെ ഉൾപ്പെടാത്ത പ്രസ്താവന എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചെയർപേഴ്സൺ സ്ഥാനം പ്രധാനമന്ത്രി, ശരിയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാങ്കേതിക സഹായം നൽകുന്നു, ശരിയാണ്. വിദഗ്ധോപദേശ സമിതിയായിട്ട് പ്രവർത്തിക്കുന്നു, ശരിയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാമ്പത്തിക സഹായം അനുവദിക്കുന്നു, തെറ്റാണ്. കാരണം നീതി ആയോഗിന്റെയും പ്ലാനിംഗ് കമ്മീഷന്റെയും ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഈ പറയുന്ന പോലെ പ്ലാനിംഗ് കമ്മീഷന്, നമ്മൾ ആസൂത്രണ കമ്മീഷന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാമ്പത്തിക സഹായം നൽകാൻ പറ്റുമായിരുന്നു. അപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാമ്പത്തിക സഹായം നൽകാൻ പറ്റുമായിരുന്നെങ്കിൽ ഈ പറയുന്ന പോലെ നീതി ആയോഗിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാമ്പത്തിക സഹായം അനുവദിക്കാൻ പറ്റുന്നില്ല. ഇതിൻ്റെ നോട്ടും കൂടെ ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യാവേ. അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിനൊപ്പം തന്നെ, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നതിന് കൂടെ തന്നെ എക്കണോമിക്സിന് അടുത്ത ഘട്ടം LDC എഴുതാൻ പോകുന്ന ആൾക്കാർക്ക് നോക്കാനുള്ള കുറച്ച് നോട്ടുകളും കൂടെ ഷെയർ ചെയ്യാം. അപ്പോൾ അതും കൂടെ, നോട്ടും ടെക്സ്റ്റ് ബുക്കും കൂടെ ഷെയർ ചെയ്യാം. അതും കൂടെ എന്ത് ചെയ്യാം, ഒന്ന് നോക്കിയിട്ട് പോവാം. ഇനി അടുത്തൊരു ചോദ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രധാനമന്ത്രി മുദ്രാ പദ്ധതി ലക്ഷ്യമിടുന്നത് എന്ത്? ഇത് 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിനകത്തും നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. അല്ലെങ്കിൽ മുദ്രാ യോജന, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ബജറ്റിനകത്ത്. ഒന്നാമത്തെ കാര്യം, ഇത്തവണത്തെ ബജറ്റ് ഉണ്ടല്ലോ, ഞാൻ ബജറ്റിന്റെ വീഡിയോയും കൂടെ ഒന്ന് ലിങ്ക് ഇട്ടിക്കാം. അതായത് ഈ വർഷത്തെ ഇടക്കാല ബജറ്റിന്റെയും പുതുക്കിയ ബജറ്റിന്റെയും വീഡിയോ ഇട്ടിക്കാം. കാരണം പുതുക്കിയ ബജറ്റിൽ മുദ്രയുടെ പരിധി 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷമായിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഇനി അതുകൊണ്ടായിരിക്കാം ചോദ്യം വന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടാകാം. ഇനി അല്ലെങ്കിൽ പോലും ഇത് പല ടെക്സ്റ്റ് ബുക്കുകളിലും 10ാം ക്ലാസ്സിലെ SCERT ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ആ ടെക്സ്റ്റ് ബുക്കും കൂടെ ഷെയർ ചെയ്യാം. ബജറ്റിന്റെ 2 ലിങ്കും കൂടെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യാം. നേരത്തെ ചെയ്തിട്ടുള്ള വീഡിയോ ആണ്, അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക. നമുക്കറിയാവുന്നതാണ് മുദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് ആൻഡ് റീഫൈനാൻസിങ് ഏജൻസി എന്നുള്ളതാണ് മുദ്ര എന്ന് പറയുന്നത്. മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് ആൻഡ് റീഫൈനാൻസിങ്. മൈക്രോ യൂണിറ്റ് അവിടെ തന്നെ ഉണ്ട്, അതിന്റെ ഫുൾ ഫോം കിട്ടിയാൽ തന്നെ ഉണ്ട്. ചെറുകിട
സ്ഥാപനങ്ങൾ, ചെറുകിട സംരംഭങ്ങൾ. അപ്പോൾ ഇവിടെ തന്നെ കിട്ടും, ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് മുദ്ര എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ മുദ്രേനെ പറ്റി കേട്ടിട്ടുള്ള ആൾക്കാർക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ എഴുതാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ, മുദ്ര എന്താണെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റും. മുദ്രയ്ക്കകത്ത് പറയുന്ന സമയത്ത് മുദ്ര 3 തരത്തിലുള്ള ലോണുകൾ കൊടുക്കുന്നുണ്ട്: ശിശു, കിഷോർ, തരുൺ. അപ്പോൾ 3 തരത്തിലുള്ള ലോണുകളാണ് മുദ്ര കൊടുക്കുന്നത്: ശിശു, കിഷോർ, തരുൺ. ശിശു എന്ന് പറഞ്ഞാൽ 50,000 രൂപ വരെയുള്ളത്, കിഷോർ എന്ന് പറഞ്ഞാൽ 5 ലക്ഷം രൂപ വരെയുള്ളത്, തരുൺ എന്ന് പറയുന്ന 10 ലക്ഷം രൂപ വരെയുള്ളത്. ഇപ്പോൾ ഗവൺമെന്റ് തരുണിന്റെ പരിധി 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷമായിട്ട് ഈ ഒരു ബജറ്റിനകത്ത് പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം മുദ്രയിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ മുദ്രയെ പറ്റിയും ബജറ്റിനകത്തുള്ള കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റി നോക്കുക. ബജറ്റിന്റെ വീഡിയോ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ അടുത്തൊരു എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാർ വേറൊരു കാര്യം ശ്രദ്ധിക്കുക: ട്രിവാൻഡ്രം LDCക്ക് മോണിറ്ററി പോളിസി RBIയുടെ ഫംഗ്ഷൻ എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. അപ്പോൾ അടുത്ത ഘട്ടത്തിൽ എക്സാം എഴുതാൻ പോകുന്നവർക്ക് RBIയിൽ നിന്നും ഒരു ചോദ്യം വരാം. മനസ്സിലായോ? RBIയിൽ നിന്നും ഒരു ചോദ്യം വരാം. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയിട്ട് പോയാൽ നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ നോട്ടും കൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഒരു +2ൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, അതും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ അടുത്ത ഘട്ട എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാർ ഈ ഒരു എക്കണോമിക്സിന് വേണ്ടി എന്തൊക്കെ തയ്യാറെടുക്കണം? നിങ്ങൾ നോക്കുന്ന കാര്യങ്ങൾ, ഒന്നാമതായിട്ട് 11ാം ക്ലാസ്സിലെ NCERT എക്കണോമിക്സിൽ 2ഉം 3ഉം ചാപ്റ്റർ ഷെയർ ചെയ്യുന്നുണ്ട്, അത് നോക്കിയിട്ട് പോവുക. അതിനുശേഷം നീതി ആയോഗിൻ്റെ ഒരു നോട്ട് ഷെയർ ചെയ്യാം, അതൊന്ന് നോക്കിയിട്ട് പോവുക. അതുകൂടാതെ 10ാം ക്ലാസ്സിലെ ഈ സാമ്പത്തിക സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന അതിനകത്ത് മുദ്ര അതുപോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്, അതൊന്ന് നോക്കിയിട്ട് പോവാം. പിന്നെ പഞ്ചവത്സര പദ്ധതികളുടെ ഒരു നോട്ട് ഷെയർ ചെയ്യാം. പണനയവുമായിട്ട് ബന്ധപ്പെട്ട് RBIയുടെ ഒരു നോട്ട് ഷെയർ ചെയ്യാം, അതും കൂടെ ഒന്ന് നോക്കിയിട്ട് പോവാം. ഇനി ബജറ്റിൻ്റെ 2 വീഡിയോസ് ലിങ്ക് ഞാൻ ഒന്നും കൂടെ ഷെയർ ചെയ്തിട്ടിരിക്കാം, അതും കൂടെ എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയിട്ട് പോവാം. പിന്നെ കാർഷിക മേഖലയുടെ ഒരു നോട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും അടുത്ത എക്സാം നിങ്ങൾക്ക് LDC ലിസ്റ്റിൽ വരണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നോക്കിയിട്ട് പോവാം. ഓരോ മാർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല, കാരണം നിങ്ങളുടെ സമയം ഭയങ്കര വിലപ്പെട്ടതാണ്. നമ്മുടെ എല്ലാവരുടെയും സമയം വിലപ്പെട്ടതാണ്. വളരെ കുറഞ്ഞ സമയത്തിൽ അടുത്ത എക്സാമിന് എന്തൊക്കെ നോക്കണം എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയ്ക്കകത്തോടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് നോക്കാവുള്ളൂ. അടുത്ത ഘട്ട എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ വീഡിയോയുടെ എല്ലാവർക്കും താങ്ക് യു.